അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തൊരത്ഭുതമാണെന്ന്. അത് അല്ലാഹ് പറയാണ്. മുഅ്മിനിന്റെ കാര്യം നബി നമുക്ക് പഠിപ്പിച്ചു തരണം. അള്ളാഹുവിന്റെ പ്രതിഫലമാണത്. അവനൊരു സന്തോഷം ഉണ്ടായാൽ അവൻ നന്ദി കാണിക്കും, അതവന് ഖൈറാണ്. അല്ലേ, കുട്ടി ജയിച്ചു, മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ എന്താണ്? അൽഹംദുലില്ലാ, അത് ഖൈറാണ്. അല്ലേ, ഒരു വണ്ടി വാങ്ങി, നമ്മളെ വണ്ടി ഒരു ചെറിയ വണ്ടിയാണെങ്കിലും നമ്മളെ സൗകര്യത്തിനനുസരിച്ച് പോകാൻ ഒരു സംവിധാനമുണ്ട് എന്നത്, അത് അൽഹംദുലില്ലാ. ഏതനുഗ്രഹങ്ങളും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാ. എല്ലാ അനുഗ്രഹങ്ങളും പടച്ചോൻ്റെ ഔദാര്യമാണ്. പക്ഷേ അത് നമ്മൾ നാവ് കൊണ്ടത് പറഞ്ഞ് ശീലിക്കണം. അള്ളാഹുവിൻ്റെ കാര്യം ഏതൊരനുഗ്രഹവും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. ആ തോട്ടക്കാര് ആ തോട്ടത്തിൽ കയറിയപ്പം അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മളെ ആഴ്ചയിൽ പടച്ചോൻ റിമൈൻഡ് ചെയ്യാണ്. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ എന്ത് പറയണം? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് സൂറത്തുൽ കഹ്ഫിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതൊരനുഗ്രഹവും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ് ശീലിക്കണം. ആൾക്കാർ പലപ്പോഴും പറഞ്ഞോ, ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണെന്നാ പറയാം. ബിസിനസ്സിലൊക്കെ ലാഭം കിട്ടിയാൽ പറയാം, എൻ്റെ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അവിടെ അങ്ങനെ നടന്ന മരുഭൂമിയിൽ അങ്ങനെ കഷ്ടപ്പെട്ട്, അതിനേക്കാൾ കഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ തിരിച്ചു വന്ന എത്ര ആളുകളെ നമുക്കറിയാം. നമ്മൾ കഷ്ടപ്പെട്ടു എന്നതല്ല നമ്മൾ വിജയിക്കാനുണ്ടായ മാനദണ്ഡം, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. പടച്ചോൻ്റെ ഒരു തൗഫീഖ് ഉണ്ടായി എന്നതാണ്. അത് പറയാൻ പഠിക്കണം, അത് പ്രഖ്യാപിക്കണം. ഏതൊരനുഗ്രഹത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ നിങ്ങൾ ചോദിച്ചു, അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായാലും നന്ദി കാണിക്കും, അതവന് ഖൈറാണ്. കാരണം എന്താണ്? നന്ദി കാണിച്ച പടച്ചോൻ അനുഗ്രഹം വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ലഇൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതേപോലെ ഒരു പ്രയാസം ഉണ്ടായാലോ, ഒരു പ്രയാസമുള്ള കാര്യം ഉണ്ടായി, ഒരു മുസീബത്തുണ്ടായി, നമ്മൾ ക്ഷമിക്കും, വിശ്വാസി ക്ഷമിക്കും, അതും അവന് ഖൈറാണെന്നാണ്. ഇതിൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്, ഇതിലെന്തോ ഖൈറുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അതിലൊരു ഖൈറുണ്ട്. കാരണം എന്നോട് പടച്ചോ അങ്ങനെ ചെയ്യൂല, അതാണ്.